കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുമായി ഒരു ചെറിയ ടിപ്പാണ് പങ്കുവെക്കുന്നത്. വളർത്തുദോഷവും വളർത്തു ഗുണവും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ ഇപ്പം നമ്മൾ കാണുന്ന ഈ കുട്ടികൾ മയക്കുമരുന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അസൂയ, പരദൂഷണം എന്നുപോലുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതിലേതെങ്കിലും മദ്യപാനം ആയിക്കോട്ടെ, മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയുന്നവരായിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് മക്കളെ കാണുന്നുണ്ട്. ഇതിൻ്റെ വളർത്തുദോഷം എന്ന് പറയുന്നത് അവരുടെ പാരൻസ് അവരെ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടായില്ല, അവരുടെ സ്വഭാവത്തിലും ശ്രദ്ധിക്കണമായിരുന്നു. കുഞ്ഞുനാൾ മുതലേ നമ്മുടെ സ്വഭാവം പരിശീലിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ നന്നായെങ്കിൽ മക്കൾ നന്നാവും എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ ചിലപ്പോൾ നല്ല മാതാപിതാക്കളുടെ മക്കളും ഇതുപോലെ ദുശീലങ്ങളിൽ പെട്ടിട്ടുണ്ടാവാം. ആക്ച്വലി അവിടെ അവരുടെ ഓരോ സെക്കൻഡും അവരുടെ ഓരോ വഴികളും നമ്മളത് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ യുവജനങ്ങളായിക്കോട്ടെ, ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ, ആരെങ്കിലും തന്നെ മറ്റുള്ളവരെ കുറിച്ച് ദോഷങ്ങൾ പറയുകയാണെങ്കിൽ ചിന്തിക്കുക. അതായത് ഒരു വ്യക്തി നിങ്ങളോട് വന്ന് മറ്റൊരു വ്യക്തിയുടെ ദോഷം പറഞ്ഞാൽ ചിന്തിക്കുക, ഈ വ്യക്തി നിങ്ങളുടെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ മറ്റൊരാളോടും ചെന്ന് പറയും. അങ്ങനെ സ്വഭാവ വൈകൃതം എന്ന് പറയും. അങ്ങനെ വൈകല്യമാണിത്. സ്വഭാവ വൈകല്യമുള്ള ഇതുപോലെ ധാരാളം പേഴ്സൺസിനെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് അവരെ ഒന്നും ചെയ്യാനില്ല. കാരണം വെച്ചാൽ അവരുടെ ബോഡിയിൽ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് പരിഹസിക്കുക അല്ലെങ്കിൽ മറ്റവരെ കുറിച്ച് അവഗണിക്കുക, അത് ഓൾറെഡി ക്രിയേറ്റഡ് ആയതുകൊണ്ട് അവർ ചിന്തിച്ചാൽ മാത്രമേ അവർക്ക് നന്നാക്കാൻ പറ്റൂ. മദ്യപാനികൾക്കും നിർത്തണം എന്ന് തോന്നിയാൽ അവർ ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ആരും എത്ര പുഷ് ചെയ്താലും അവരുടെ ഉള്ളിൽ ആ കണ്ടൻറ്റ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. അതേസമയം നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ LKG ഓർ UKG മുതലുള്ള അതുപോലെ തന്നെ ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പാരൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിൽ ഈ സ്വഭാവ വൈകല്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിനെ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുക. ഞാനിപ്പോഴും എൻ്റെ അമ്മയെ ഓർത്ത് അഭിമാനിക്കുന്നു. അമ്മ കുഞ്ഞുനാൾ മുതലേ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യാൻ ശീലിപ്പിക്കുകയുള്ളൂ. ദോഷങ്ങളൊന്നും, ആരെക്കുറിച്ച് ദോഷം പറയാൻ സമ്മതിക്കില്ല, ആരുടെയും ദോഷങ്ങൾ കേൾക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഞങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എപ്പോഴും പോസിറ്റീവ് വൈബ്, ഇപ്പോഴത്തെ ലാംഗ്വേജിൽ പറഞ്ഞ അമ്മ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ആരുടെയും പ്രശ്നങ്ങൾ അങ്ങനെ വെറുതെ അനാവശ്യമായി തലയിടാനോ വെറുതെ അത് ചർച്ചാ വിഷയമാക്കാനോ ഒന്നും അമ്മ തയ്യാറല്ല. പക്ഷേ പ്രാർത്ഥിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതി നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുകയോ, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരുപാട് മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവമേ, ഇവർ പറയുന്നത് എന്നോടല്ല നിന്നോടാണ്, അതുകൊണ്ട് നീ തന്നെ ഉത്തരം കൊടുക്കുക. നിങ്ങൾ ഉത്തരം കൊടുക്കാനേ പുറകെ പോകരുത്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും വിശദീകരണമായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും അവരുടെ പുറകെ പോലെ. അത് ആർക്ക് വിട്ടുകൊടുക്കുക? ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം തീർച്ചയായും അവർക്ക് ഉത്തരം നൽകിയിരിക്കും. അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. നമ്മൾ സംസാരിച്ച പിന്നെ ദൈവത്തിന് എന്താ സംസാരിക്കാനുള്ളത്? നമ്മൾ ഇടപെട്ടില്ലേ? നമ്മൾ ഇടപെടരുത് ഒന്നിലും. നമ്മളെക്കുറിച്ച് പറയുന്നവരവിടെ പറഞ്ഞോട്ടെ. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കുക? യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തോട് വെക്കുക. യേശുക്രിസ്തുവിനോട് ചിരിച്ചുകൊണ്ട് പറയുക, ഇത് എന്നോടല്ല അവർ പറഞ്ഞത്, നിന്നോടാണ്, നീ തന്നെ ഉത്തരം കൊടുത്തുക. നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഒന്നിലും അകലപ്പെടേണ്ടതില്ല. അതൊക്കെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വസ്ഥമായി സന്തോഷത്തോടെ തുള്ളിച്ചാടിയൊക്കെ അങ്ങ് ജീവിക്കുക. നമുക്കൊരു പ്രശ്നവും വരില്ല, ആരെന്ത് പറഞ്ഞാലും. കാരണം എന്തുകൊണ്ട്? എൻ്റെ സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. ആമേൻ.